വെരി ഗുഡ് ഈവനിങ് ടു യു. ഇന്നൊരു പുതിയൊരു വിഷയമാണ്. അതായത് നാളെ നമ്മുടെ CBSE 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങുകയാണ്. അതിനുശേഷം 12ാം ക്ലാസ് തുടങ്ങുന്നു. മാർച്ച് 5-ാം തീയതിയോടുകൂടി SLC പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷാ കാലഘട്ടമാണ്. അതിനിടയിലും അതിനുശേഷവും പിന്നെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കും ഇനി ഒരു സ്കൂൾ ജീവിതത്തിലെ സംബന്ധിച്ചോളം പരീക്ഷാ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ ടെൻഷനൊന്നും പഴയ പോലെ പരീക്ഷയ്ക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE ആയാലും ICSE ആയാലും SLC ആയാലും 98% കുട്ടികളെ പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ട്. കുട്ടികളെ പഠിച്ചിട്ടാണോ അതോ പ്രൊമോഷനാണോ ഒന്നും നമുക്കതിനെക്കുറിച്ച് വിലയിരുത്തുന്നില്ല. എങ്കിലും ഞങ്ങൾ പാസ്സാകുമെന്നൊരു ധാരണ, ഒരു കോൺഫിഡൻസ് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ അവിടെ പാസ്സാവുന്നത് മാത്രമല്ല, A+, അതായത് A1ഉം A+ഉമാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ഇപ്പോൾ പേരൻസ് ശരിക്കും സമ്മർദ്ദത്തിലാണ്. കാരണം തൻ്റെ കുട്ടിക്ക് A1 കിട്ടുമോ A+ കിട്ടുമോ എന്നൊരു ആശങ്കയിലാണ് പല പേരൻസും. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി A1 വാങ്ങിക്കുമ്പോൾ തൻ്റെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു നാണക്കേടാണ്, അതൊരു പ്രശ്നമാണ്. ഇതാണ് അവരുടെ പ്രശ്നം. ഇത് ഞാനൊരു സംഭവം ഓർക്കുന്നത്, കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ സന്തോഷവാനാണ്, കുടുംബജീവിതത്തിൽ ഒരു ടെൻഷനില്ല, യാതൊരു പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന് 2 മക്കളാണ്. മൂത്ത മകൻ മൂത്ത മകന് ഭാഗ്യമോ നിർഭാഗ്യമോ SLC പരീക്ഷയ്ക്കും 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും A+ ഒക്കെ കിട്ടി, വളരെ നന്നായിട്ട് പാസ്സായി. രണ്ടാമത്തവൻ ചെറിയൊരു ഉഴപ്പാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു മനസ്സിനൊരു ടെൻഷൻ, ഒരു മൗനം. അപ്പം ഞങ്ങൾ എന്താണെന്ന് കാര്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മകൻ്റെ പരീക്ഷയാണ് ഇദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ടെൻഷൻ പിടിച്ച് മകൻ്റെ മാത്സ് പരീക്ഷയുടെ തലേ ദിവസം ഇദ്ദേഹത്തിന് BP കൂടി ആശുപത്രിയിലായി. പിന്നെ ഞങ്ങളൊക്കെ പോയി ആ മകനെ സമാധാനിപ്പിച്ച് എങ്ങനെയോ മകൻ്റെ പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ എഴുതി. എന്തായാലും ഭാഗ്യത്തിന് മകന് A1ഉം ഒക്കെ ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കല്ല ടെൻഷൻ, രക്ഷിതാക്കൾക്കാണ് ടെൻഷൻ. ചില പേരൻസൊക്കെ കുട്ടികളുടെ പരീക്ഷ വരുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ഇരുന്ന്, എണീക്കുമ്പോൾ കുട്ടിയുടെ കൂടെ എഴുന്നേറ്റ്, ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. ഇത് ഇത്രയധികം അമിതമായ പ്രഷർ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും വരേണ്ട യാതൊരു കാര്യമില്ല. കാരണം പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ SLC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുധനാഴ്ച ആരംഭിച്ച് അത് അടുത്ത ബുധനാഴ്ചയാണ് തീരുന്നത്. അതായത് രാവിലെ മലയാളം ഫസ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്ക് മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് ഫസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ്, അങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കൂൾ ടൈം, റെസ്റ്റ് ടൈം, വെള്ളം കൂടി സമയം അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയോ സമയങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂൾ ടൈം, ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം, ഇത്രയൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടും കുട്ടികൾ ടെൻഷനിലാണ് അല്ലെങ്കിൽ പരീക്ഷാ ഭീതി ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികൾ, ചില കുട്ടികൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ പിന്നെ വേറൊരു കാര്യം, ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. കാരണം പരീക്ഷയുടെ തലേ ദിവസം ദയവ് ചെയ്ത് കുട്ടികൾ